നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ 4 സെന്റിൽ വീട് വെക്കുന്നവർ പോലും ഓരോ മൂലയിലും വാഴത്തൈ നട്ടുപിടിപ്പിക്കുന്നവരാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്യുന്നവർ ഇന്ന് വളരെ കൂടുതലാണ്. ചോറുപൊതി കെട്ടാനും അതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങി വീട്ടിലെ ആവശ്യത്തിന് സ്വന്തം പറമ്പിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വാഴ കൃഷി ചെയ്യാൻ ഇന്ന് ആരും മടിക്കാറില്ല. ഇത് വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ സ്ഥലപരിമിതി ഒരു വെല്ലുവിളിയായി നിൽക്കുന്നവർക്ക് പോലും ഇനി സ്വന്തമായി വാഴ കൃഷി ചെയ്യാം. വാഴ തൊടിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് കണ്ടിട്ടുള്ള നമ്മൾക്ക് ഇനി വലിയ പാത്രങ്ങളിലും വാഴ കൃഷി ചെയ്യാം. വീടിനകത്തും വേണമെങ്കിൽ വാഴ വളർത്താം. ഇത് നടക്കുമോ എന്ന ചിന്ത മാറ്റി വെച്ചിട്ട് നട്ട് വിജയകരമായവരുടെ പാത പിന്തുടർന്ന് കൃഷിയിലേക്ക് ഇറങ്ങാം. 2 കാലയളവുകളിലാണ് പ്രധാനമായും കേരളത്തിലെ വാഴകൃഷി. ഫെബ്രുവരി മാർച്ച് മുതൽ ഡിസംബർ ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന വേനൽ വാഴ കുംഭവാഴ കൃഷിയും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആരംഭിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുന്ന ഓണവാഴ കൃഷി. നടുന്നതു മുതൽ വിളവെടുപ്പ് വരെ ശരാശരി 10 മുതൽ 12 മാസം വേണ്ടിവരുന്ന വാഴ കൃഷി സ്വാഭാവികമായും മഴക്കാലത്തിലൂടെ കടന്നു പോകുക അനിവാര്യമാണ്. ഏത് കാലയളവിൽ പിന്തുടരുന്ന വാഴ കൃഷിയുടെ വിജയത്തിനും മഴക്കാല പരിചരണം അത്യന്താപേക്ഷിതം തന്നെയാണ്. എന്തായാലും പ്രത്യേക പരിചരണമൊന്നും കൂടാതെ തന്നെ വളർത്താവുന്ന വാഴയ്ക്ക് മട്ടുപ്പാവിലെ പാത്രങ്ങളിലും ഇനി സ്ഥാനം കൊടുക്കാം. ഇത്തരം ഇനങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി പെട്ടെന്ന് യോജിച്ചു പോകാനുള്ള കഴിവുണ്ടായിരിക്കും. കുള്ളൻ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് പാത്രങ്ങളിലെ വാഴ കൃഷിക്ക് നല്ലത്. വലുതും ആഴമുള്ളതുമായ പാത്രങ്ങളാണ് വാഴ വളർത്താൻ ആവശ്യം. 6 മുതൽ 8 ഇഞ്ച് വരെ ആഴമുള്ളതും 5 ഇഞ്ച് വീതിയുള്ളതുമായ പാത്രമാണ് കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതിനായി ഉചിതം. ആഴത്തിലുള്ള പാത്രമാണ് വേര് പിടിക്കാൻ നല്ലത്. സെറാമിക്, പ്ലാസ്റ്റിക്, മെറ്റൽ, മരം എന്നിവ കൊണ്ടുള്ള പാത്രങ്ങളിൽ വാഴ വളർത്താവുന്നതാണ്. കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ ഏറെ അനുയോജ്യമാണ്. മനോഹരമായതും ആകർഷകമായ പൂക്കളുള്ളതുമായ ഇനങ്ങൾ അലങ്കാരത്തിനായും വളർത്താവുന്നതാണ്. അതിൽ തന്നെ ചില ഇനങ്ങൾ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയുമുണ്ട്. മ്യൂസ സിക്കിമെൻസിസ്, റെഡ് ടൈഗർ, മ്യൂസ ഓർണേറ്റ എന്നിവ അലങ്കാരത്തിനായി വളർത്തുന്നവയിൽ ചിലതാണ്. നമ്മൾ കൃഷി ചെയ്യുന്നത് മിക്കവാറും മ്യൂസ അക്യുമിനേറ്റ്, മ്യൂസ ബൾബീസിയാന എന്നിങ്ങനെയുള്ള ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന വാഴകളാണ്. കുള്ളൻ വാഴകൾക്ക് വിപണിയിൽ സാധാരണ വാങ്ങുന്ന വാഴപ്പഴങ്ങളെക്കാൾ രുചി കൂടുതലാണ്. ഇവയുടെ ഇലകൾ 2 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിലേ വളരുകയുള്ളൂ. എന്നാൽ സാധാരണ വാഴകളുടെ ഇലകൾ 15 മീറ്റർ വരെ നീളത്തിൽ വളരും. ഡ്വാർഫ് കാവൻഡിഷ്, ഡ്വാർഫ് ജമൈക്കൻ, രാജപുരി, വില്യംസ് ഹൈബ്രിഡ്, ഡ്വാർഫ് ലേഡീസ് ഫിംഗർ എന്നിവ. പാത്രങ്ങളിൽ നടുന്നതിനായി വാഴക്കന്ന് മികച്ച നഴ്സറികളിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ. പാത്രങ്ങളിൽ നന്നായി വളരുമെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കുള്ളൻ വാഴയുടെ ഇനങ്ങൾ ചോദിച്ചു വാങ്ങണം. ഇത്തരം വാഴകൾ 4 മീറ്റർ വരെ ഉയരത്തിലേ വളരുകയുള്ളൂ. ഭക്ഷണത്തിനായി കൃഷി ചെയ്യുന്ന വാഴകളിൽ വിത്തുകൾ ഉണ്ടാകാറില്ല. വിത്തുകൾ വഴി കൃഷി ചെയ്യുന്ന വാഴകളിലെ പഴങ്ങൾ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും കടകളിലും കിട്ടുന്നത് പോലെ ആകില്ല. വലുപ്പമുള്ളതും അതിനുള്ളിൽ തന്നെ ധാരാളം വിത്തുകൾ ഉള്ളതുമായിരിക്കും. പാത്രങ്ങളിൽ നടുമ്പോൾ കള്ളിച്ചെടികളും പനകളും വളർത്താൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മണ്ണാണ് അനുയോജ്യം. സാധാരണ പൂന്തോട്ടത്തിലെ മണ്ണ് ഉപയോഗിച്ചാൽ ഫലം കുറവായിരിക്കും. മണ്ണിന്റെ pH മൂല്യം 6നും 7നും ഇടയിലായിരിക്കണം. സൾഫർ ചേർത്ത് pH മൂല്യം കുറയ്ക്കാവുന്നതാണ്. നല്ല രുചിയുള്ള പഴങ്ങൾ ലഭിക്കാൻ അല്പം അസിഡിക് ആയ മണ്ണാണ് നല്ലത്. വാഴക്കന്ന് നടുന്നതിന് മുൻപായി ഫംഗസും ബാക്ടീരിയയും ഒന്നുമില്ലാതെ വൃത്തിയാക്കി എടുക്കണം. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ജൈവവളം ചേർത്താണ് കന്നുകൾ നടുന്നത്. മണലും പെർലൈറ്റ് അല്ലെങ്കിൽ വെർക്കുലൈറ്റ് എന്നിവ ഓരോ അനുപാതത്തിൽ യോജിപ്പിക്കണം. അതിലേക്ക് കമ്പോസ്റ്റ് ചേർത്ത് പാത്രങ്ങളിൽ നടാവുന്നതാണ്. പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് നട്ടാൽ വായു സഞ്ചാരവും സൂര്യപ്രകാശവും ഉറപ്പുവരുത്തണം. മുകുളങ്ങൾ വന്നു കഴിഞ്ഞാൽ അനുയോജ്യമായ വലിപ്പമുള്ള പാത്രങ്ങളിലേക്ക് മാറ്റി നടാവുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ വാഴത്തൈകൾ വാങ്ങി പാത്രത്തിലേക്ക് നേരിട്ട് തന്നെ നടുകയും ചെയ്യാം. വിത്ത് മുളപ്പിച്ച് വളർത്തുന്നവർ 24 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാറുണ്ട്. വിത്തിന്റെ കട്ടിയുള്ള ആവരണം മൃദുവാകാൻ ഇത് നല്ലതാണ്. 1/4 ഇഞ്ച് ആഴത്തിലുള്ള കുഴിയിലാണ് വിത്ത് വിതയ്ക്കുന്നത്. കമ്പോസ്റ്റ് ഇട്ട് മൂടിക്കൊടുക്കും.
വളരാനായി ഈർപ്പമുള്ള മണ്ണ് തന്നെ നിലനിർത്തണം. 3 ആഴ്ചയോളം വേണം വിത്ത് മുളയ്ക്കാൻ. ചില ഇനങ്ങൾ മുളച്ചു വരാൻ 3 മാസത്തോളം എടുക്കുന്നത് കാണാറുണ്ട്. ആവശ്യമുള്ളത്ര വലിപ്പം എത്തിയാൽ വലിപ്പമുള്ള പാത്രങ്ങളിലേക്ക് മാറ്റി നടാവുന്നതാണ്. വാഴയ്ക്ക് 7 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കണം. ഈ പാത്രം മുറ്റത്തോ ബാൽക്കണിയിലോ മട്ടുപ്പാവിലോ വെക്കാം. ഇനി നിങ്ങൾ വീടിനകത്താണ് വളർത്താൻ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന ജനലിന്റെ അരികിൽ വെക്കുക. മറ്റുള്ള പഴങ്ങളെക്കാൾ കൂടുതൽ വെള്ളം ആവശ്യമുള്ളതാണ് വാഴയ്ക്ക്. അതുപോലെ നന്നായി വളവും ആവശ്യമുണ്ട്. പാത്രങ്ങളിൽ വളർത്തുമ്പോൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ നൽകുക. മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയും ആവശ്യമാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളാണ് കൂടുതൽ നല്ലത്. ഇത് ലഭ്യമല്ലെങ്കിൽ 20-20-20 ഉപയോഗിക്കാം. ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ പോഷകങ്ങളുടെ അഭാവമുണ്ടെന്ന് മനസ്സിലാക്കാം. 6 മുതൽ 9 മാസം വരെ എടുത്ത് പൂക്കളുണ്ടാകും. പർപ്പിൾ നിറത്തിലുള്ള ഇതളുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ കായകൾ വളരുന്നത് കാണാം. 2-3 മാസങ്ങളെടുത്ത് ഇത് പൂർണ്ണ വളർച്ചയെത്തും. എന്നാൽ ചില ഇനങ്ങൾ 4 മുതൽ 8 മാസങ്ങൾ കൊണ്ട് പഴം തരുമ്പോൾ മറ്റ് ഇനങ്ങൾ 8 മുതൽ 9 മാസങ്ങൾ കൊണ്ടാണ് കായകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് നമ്മൾ നടുന്ന വിത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. കൂടുതൽ ഇത്തരം കൃഷി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്